ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എവർഷ്യൻ കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു ബോൻ്റെ സൂപ്പ് എങ്ങനെ ചെയ്യാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് മട്ടനോ ബീഫോ ഇനി ഏത് ബോൻ്റെ സൂപ്പ് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ബീഫിൻ്റെ ബോണാണ് എടുത്തിട്ടുള്ളത്. ബീഫിൻ്റെ ബോൺ നന്നായി വാഷാക്കി ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. അത് നന്നായി ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എല്ലാം എന്തെല്ലാം ചേർക്കണമെന്ന് നോക്കാം. ഇവിടെ ഞാൻ സവാള, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കറിച്ചപ്പും മല്ലിച്ചപ്പും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെറും ബോനുള്ള കുറച്ച് ഇറച്ചി കൂടി ഞാൻ വാഷാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കുക്കറിൽ വെച്ച ബോന് ആവി കയറുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഇറച്ചിയെല്ലാം ഒന്നിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചെറുതായിരുന്ന സവാള, മല്ലിച്ചപ്പ്, കറിച്ചപ്പ്, പച്ചമുളക്, ടൊമാറ്റോ ഇതെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മസാല ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, പെപ്പർ ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂണാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/4 സ്പൂണ് ഗരം മസാല, പിന്നെ കുറച്ച് ചെറിയ ജീരക, പിന്നെ ലവങ്ക ഒരു 5-6 ലവങ്ക, കറുകപ്പട്ട ഒരു പീസ്, കുറച്ച് കുരുമുളക്, ഇടി കുരുമുളക് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതിന് ടേസ്റ്റിന് വേണ്ടി കുറച്ച് കല്ലുപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു 1/2 ലിറ്റർ വെള്ളം ചേർത്തുന്നുണ്ട്. കൂടിപ്പോയാൽ വിഷിലാകുമ്പോഴത്തേക്ക് എല്ലാം മേലോട്ട് വരും. പിന്നെ വെള്ളം കൂടി പോയരുത്. കുറഞ്ഞാൽ ശരിക്കും വേവും കൂടിയില്ല. പിന്നെ ഞാൻ ഇവിടെ നോക്കി ഈ കുക്കറിൻ്റെ പകുതിയോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് കിട്ടണം. ഒരു 10-12 വിഷിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇത് നമ്മളെ സൂപ്പെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇവിടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ സൂപ്പ് മാത്രം മാറ്റി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടി അരിഞ്ഞിടാം. എന്നിട്ട് ഞാൻ സെർവ് ആക്കാൻ ഇവിടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.